പവർ സ്റ്റാരിങ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് എന്നിട്ട് രണ്ടിൻ്റെ വ്യത്യാസം നോക്കാം. കണ്ടില്ലേ വ്യത്യാസം കണ്ടോ? നിങ്ങൾ വീണ്ടും പവർ സ്റ്റാരിങ് ഓയിൽ ഫ്ലൂയിഡ് റീഫിൽ ചെയ്യുകയാണെങ്കിൽ, ഫ്ലഷ് ചെയ്യാതെ റീഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്ര പുതിയ ഓയിൽ ഒഴിച്ചാലും ഈ ഒരു കേസായിരിക്കും ഉണ്ടാവുക. ഞാനിത് ഒരു ടിന്ന് എക്സ്ട്രാ വാങ്ങിച്ച് ഫ്ലൂയിഡ് ഒന്നുകൂടി ഫ്ലഷ് ചെയ്തിട്ട് കിട്ടിയതാണ് ഈ ഒരു ടൈപ്പ് റെഡ് കളർ. കാണിക്കതാ അവസ്ഥ കാണാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു ബോട്ടിലുള്ളത് പുതിയ ഒരു ബോക്സ് പുതിയൊരു 1/2 ലിറ്ററിൻ്റെ പുതിയത് ഒഴിച്ചിട്ട് ഉള്ള അവസ്ഥയാണ്. പുതിയത് പഴയ റാക്കിലുള്ള ഓയിലുമായിട്ട് മിക്സ് ആയതാണ്. അതായത് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞ് പുതിയത് ഒഴിച്ചു ഇത് 1/2 ലിറ്റർ, എന്നിട്ട് വീണ്ടും ഫ്ലഷ് ചെയ്തപ്പോഴും ഇതേ അവസ്ഥയാണ്. ഇതൊക്കെ ഫ്ലഷ് ചെയ്ത് ഫില്ല് ചെയ്ത് ഫുള്ള് ക്ലിയർ ആക്കിയ ശേഷമാണ് പുതിയ ഗൾഫിൻ്റെ ഒഴിച്ചത്. അതിൻ്റെ കോലാണ് ഇതുള്ളത്. കാണില്ലേ, ഫുള്ള് റെഡാണ്, പ്യൂറാണ്, ഒരു കുഴപ്പമില്ല. ഇതാണ് അവസ്ഥ. ഇത്രയും വ്യത്യാസം വരും നിങ്ങൾ ഫ്ലഷ് ചെയ്യാതെ പവർ സ്റ്റാരിങ് ഓയിൽ ഒഴിച്ചാൽ. നിങ്ങൾ വർക്ക്ഷോപ്പിലുള്ള ആളുകൾ ഇതൊന്നും ചെയ്തു തരില്ല. ഇതൊക്കെ നമ്മളൊന്നും മനസ്സിലാക്കി നമ്മളൊന്നും ചെയ്യേണ്ടതാണ്. അവരോട് ചെയ്യാൻ പറഞ്ഞാൽ പോലും അവർ ചെയ്തു തരില്ല. ഇതുപോലെ അവർ ജസ്റ്റ് ടോപ്പ് അപ്പ് ചെയ്ത് തരും. അവർക്ക് എന്താണ്, അവർക്ക് വീണ്ടും വണ്ടി വരണം, കംപ്ലൈൻ്റ് ആവണമെന്നാണ്. ഡോക്ടർമാർക്ക് അസുഖം ഉണ്ടാവണം നാട്ടിൽ, മെക്കാനിക്കുകൾക്ക് വണ്ടി കംപ്ലൈൻ്റ് ആവണം എന്നൊക്കെയാണ്. അവർ ജീവിക്കണ്ടേ, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ശരിക്കും ചെയ്യുന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അവനാണ് ഇങ്ങനെ കറക്റ്റ് പക്ക മെക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈവൻ ഷോറൂമിൽ പോലും ഈ ഫ്ലഷ് ചെയ്യാറില്ല പവർ സ്റ്റാരിങ്ങിൻ്റെ. നിങ്ങളിത് ശ്രദ്ധിക്കുക. നിങ്ങളിത് പഴയ ഓയിൽ വീണ്ടും ഉപയോഗിച്ചിട്ട് നിങ്ങളെ പവർ സ്റ്റാരിങ് റാഗ് കംപ്ലൈൻ്റ് ആവും, സ്റ്റിഫാവും, സ്റ്റാരിങ് നല്ല ഹെവി ആവും. അതുപോലെ തന്നെ സ്റ്റാരിങ്ങിൻ്റെ പമ്പ് കംപ്ലൈൻ്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ ഈ വ്യത്യാസം കണ്ടില്ല. ഇതാണ് അവസ്ഥ. നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫിയറ്റിൻ്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ സഹായിക്കും നിങ്ങളൊക്കെ. വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ഒരിക്കലും അവർ വിശ്വസിക്കരുത്. മെക്കാനിക്കുകൾ നിങ്ങളേതായ രീതിയിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ 1, 2, 3 മെക്കാനിക്കിനെ സമീപിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഒരു കംപ്ലയിൻറ്റ് സർവീസ് ചെയ്യേണ്ടത്.